ഹലോ, ഇന്ന് നമ്മുടെ കറ്റാനം ഫെസ്റ്റ് കാണാൻ പോയതാണ്. നമ്മുടെ നാടിൻ്റെ ഉത്സവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ 7ാമത്തെ ദിവസമാണ്. 22-ാം തീയതി തുടങ്ങിയത്. ഞങ്ങൾ ഇതുവരെ പോകാനായിട്ടൊരു സമയം കിട്ടിയില്ല. എല്ലാ വർഷവും ഭരണിക്കാവ് ഫെസ്റ്റിന് എൻ്റെ മോളുടെ ഡാൻസ് ഉണ്ടാകുന്നതാണ്. ഇത്തവണ അമ്മൂമ്മയുടെ കാല് വയ്യാത്തതുകൊണ്ട് അവൾ കളിക്കുന്നില്ല എന്ന് പറഞ്ഞു. അമ്മൂമ്മ കാണാൻ വരാത്തത് കൊണ്ട് ഇന്ന് ഈ തവണ ഫെസ്റ്റിന് കളിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് കാരണം ഞങ്ങൾ എന്നാലും ഒന്ന് ഫെസ്റ്റിനൊക്കെ പോകാമെന്നൊക്കെ വെച്ചിട്ട് മമ്മിയെ അപ്പാപ്പനെ കുഞ്ഞമ്മയൊക്കെ വിളിച്ച് വീട്ടിൽ കൂട്ടിയിരുത്തിയിട്ട് ഞങ്ങൾ ഫെസ്റ്റ് കാണാനായിട്ട് പോവാണേ. ഇതാണ് മെയിൻ എൻട്രൻസ്. സൂപ്പറാണ്. ഒത്തിരി ഒരുപാട് പർച്ചേസൊക്കെ ചെയ്യാൻ പറ്റിയ എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. ഞങ്ങളൊന്നും പർച്ചേസൊന്നും ചെയ്തില്ല. എല്ലായിടവും ഒന്ന് ജസ്റ്റ് കയറി നടന്ന് കണ്ടു, അത്ര മാത്രമേ ചെയ്തുള്ളൂ. സമയമില്ലായിരുന്നു. അപ്പം തിരിച്ച് നേരെ വേഗം വീട്ടിൽ പോകണമല്ലോ, മമ്മി ഒറ്റയ്ക്കല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എല്ലായിടവും ഒന്ന് ചുറ്റിക്കറങ്ങി സ്പീഡിലെല്ലാം ഒന്ന് കണ്ടിട്ട് ഞങ്ങൾ വെളിയിലിറങ്ങി. ഗാനമേള സ്റ്റാർട്ട് ചെയ്ത സമയമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് കാണാൻ പറ്റി. അടിപൊളിയായിരുന്നു. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഗാനമേള കാണാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ നമ്മുടെ അടുത്തുള്ള അമ്പലങ്ങളിലും ഒക്കെ ഗാനമേള നടക്കുമ്പോൾ ഒന്നും അങ്ങനെ പോകാറില്ല. എവിടേക്കും രാത്രി പരിപാടിക്കൊന്നും അങ്ങനെ പോകാറില്ല. പക്ഷേ ഭരണിക്കാവ് ഫെസ്റ്റ് വന്നു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ എല്ലാ വർഷവും മിക്കവാറും ദിവസങ്ങളിൽ പോവും കാണാൻ. ഉണ്ണിമോളുടെ ഡാൻസും കൂടെ ഉള്ളതുകൊണ്ട് പോവും. ഞങ്ങൾ കുഞ്ഞൂട്ടനും ഒക്കെ ആയിട്ടാണ് വന്നിട്ട്. രാജീവും ഞാനും ലേഖയും ചിന്നുമോളും പിന്നെ പിള്ളേരും ഞങ്ങൾ എത്രയും പേരോടാണ് പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കിനും കമ്മലിൻ്റെ സെറ്റൊക്കെ കണ്ടിട്ട് ഉണ്ണി ആകെ കണ്ണ് തള്ളി. ഈ കമ്മൽ വേണോ ആ കമ്മൽ വേണോ, അമ്മയെ തിരിച്ചു വരുമ്പോൾ കമ്മൽ വാങ്ങിക്കുന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബഹളമായിരുന്നു. ഉണ്ണിയെല്ലാം കണ്ട് വണ്ടടിച്ചൊക്കെ നടക്കുക. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വെളിയിലിറങ്ങിയപ്പോൾ ഭയങ്കര സൗണ്ടായിരുന്നു. ഗാനമേള സ്റ്റാർട്ട് ചെയ്ത സമയമായിരുന്നു ഞങ്ങൾ ചെന്നത്. അപ്പോൾ ഏകദേശം ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ചെന്നതാണ് ഞങ്ങൾ. അപ്പോൾ അവിടെ എല്ലാം ഒന്ന് കറങ്ങി അടിച്ച് നടന്ന് കുറേ സമയമൊക്കെ പാട്ടൊക്കെ കേട്ടുകൊണ്ടൊക്കെ കുറച്ച് സമയമൊക്കെ നിന്നു. പക്ഷേ കുഞ്ഞൂട്ടിന് ഈ സൗണ്ടെല്ലാം കൂടെ കേട്ടിട്ട് അവന് പേടിയായി. കുഞ്ഞു ആയതുകൊണ്ട് അവന് സൗണ്ടൊക്കെ കേട്ടിട്ട് പേടിയായിട്ട് അവൻ കരയാൻ തുടങ്ങി. അപ്പോൾ പിന്നെ പൊന്നുണ്ണി ബഹളം തുടങ്ങി, അവന് റൈഡിലൊക്കെ കയറണം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ ഉണ്ണിമോൾക്ക് ഇപ്പോൾ ഭയങ്കര നാണോ, ഉണ്ണിമോൾ എന്തോ വലിയ പെണ്ണായി എന്നൊക്കെയുള്ള ധാരണയാണ് ഉണ്ണിമോൾക്ക് കേട്ടോ. ഭയങ്കര ജാടയാണ്. അപ്പോൾ അതുകൊണ്ട് ഉണ്ണിമോൾ റൈഡിലൊന്നും കയറിയില്ല. ഉണ്ണിമോൾ എൻ്റെ കൂടെ അവിടെയൊക്കെ നടക്കുമായിരുന്നു. അപ്പോൾ പൊന്നെ കൊണ്ടിരുന്ന് പിന്നെ ഞങ്ങൾ റൈഡിലൊക്കെ കയറ്റി. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ കുറച്ച് പേരൊക്കെ അവിടെയൊക്കെ ഉണ്ടായിരുന്നു. അവരോടൊക്കെ കുറേ സെൽഫിയൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇടയ്ക്ക് വന്ന് കുറച്ച് സമയം പാട്ടൊക്കെ കേൾക്കാനായിട്ടൊക്കെ നിന്ന് അത് കഴിഞ്ഞിട്ട് പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വീണ്ടും പൊന്നുണ്ണി മറ്റേ ആ തുള്ളിച്ചെടി കളിക്കുന്ന സംഭവം ഉണ്ടല്ലോ, എനിക്ക് അതിൻ്റെ പേരൊന്നും അറിയത്തില്ല, ആ സാധനത്തിലൊക്കെ വലിഞ്ഞു കയറി. ഉണ്ണിമോൾ സാധാരണ അവിടെ എവിടെ കണ്ടാലും ഉണ്ണിമോൾ ചാടി കയറേണ്ടതാണ്. ഉണ്ണിമോൾ ഇത്തവണ എങ്ങും കയറിയില്ല. അതാ പൊന്നുണ്ണി അവിടെ എല്ലാം ചാടിത്തുള്ളി കറങ്ങിയിട്ടൊക്കെയാണ് പൊന്നുണ്ണി വന്നത്. പിന്നെ ഞങ്ങളെല്ലാം അവിടെ എല്ലാം നടന്ന് കുറേ സെൽഫിയൊക്കെ എടുത്തു, ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഞങ്ങളുടെ അടുത്ത ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കാൻ പോവുക എന്നുള്ളതായിരുന്നു. അപ്പോഴാണ് പൊന്നുണ്ണി അവിടെ വെള്ളത്തിൽ അവിടെ തുള്ളി കളിക്കുന്ന ആൾക്കാരൊക്കെ കാർ ഓടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ചു. അപ്പോൾ പിന്നെ പൊന്നുണ്ണിയെ അവിടെ കൊണ്ടുവന്ന് കയറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു അടുത്തത്. അങ്ങനെ പിന്നെ പൊന്നുണ്ണിയായിട്ട് അവിടേക്ക് പോയി. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയായിരുന്നു അത് ആ ഒരു റൈഡ്. അപ്പോൾ അവിടെ അവനെ കൊണ്ടുവന്ന് അതിനകത്ത് കയറ്റി. കുഞ്ഞുണ്ണിക്ക് ഇതൊന്നും കയറാനൊന്നും നോക്കാത്തതുകൊണ്ട് കുഞ്ഞുണ്ണി ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് കയറണം എന്നുള്ള ആഗ്രഹത്തിലൊക്കെ ഇങ്ങനെ വിഷമിച്ചോ എന്തൊക്കെയോ ഇരിക്കുക. പക്ഷേ അവനെ പിടിച്ച് എൻ്റെ മണ്ടയ്ക്കൊന്നും കയറ്റാൻ നോക്കാത്തതുകൊണ്ട് ഞങ്ങൾ കയറ്റിയില്ല. അപ്പോൾ ഞാൻ കുഞ്ഞുണ്ണിയോട് പറഞ്ഞു, അടുത്ത പ്രാവശ്യത്തെ ഫെസ്റ്റിന് വരുമ്പോൾ നിന്നെ കയറ്റുന്നതായിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ ഉണ്ണി അവിടെ ഭയങ്കര ഡാൻസും ബഹളമൊക്കെ ആയിരുന്നു. പിന്നെ അവിടെയാണ് പൊന്നുണ്ണിയെ കൊണ്ട് കയറ്റിയത്. പൊന്നുണ്ണി കയറി. അവൻ കുറേ സമയമൊക്കെ അവിടെ വെള്ളത്തിൽ കളിക്കുകയാണ്. അവിടെ കുറേ പെമ്പിള്ളേരൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കാരണം അവൻ തല്ലിക്കൊന്നാലും അതിനകത്ത് നിന്ന് ഇറങ്ങി വരുന്നില്ലായിരുന്നു. അവൻ അവിടെ കിടന്നങ്ങ് മേയുമായിരുന്നു. ഞങ്ങൾ ഇറങ്ങി വാ എന്ന് വിളിച്ചിട്ടൊന്നും അവൻ വരുന്നില്ല. പിന്നെ അവനെ ബലം പിടിച്ചിട്ടാണ് ഞങ്ങൾ പിടിച്ച് വെളിയിൽ കൊണ്ടുവന്നത്. പിന്നെ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ നേരെ അവിടെ നിന്ന് കറങ്ങി എല്ലായിടവും ഒന്ന് കണ്ടിട്ട് ഞങ്ങൾ നേരെ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. നമ്മൾ എന്തായാലും ഫെസ്റ്റിനൊക്കെ വരുമ്പോൾ ഇങ്ങനെയാണല്ലോ, നമുക്ക് ഐസ്ക്രീം കാണുമ്പോൾ കഴിക്കാൻ തോന്നും, എന്തായാലും കഴിക്കാൻ തോന്നും. അല്ലാത്തപ്പോൾ നമുക്കങ്ങനെ വാങ്ങിച്ച് കഴിക്കാൻ തോന്നില്ല. പക്ഷേ ഞങ്ങൾ ഫെസ്റ്റിന് വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ടും ഐസ്ക്രീം കഴിച്ചിട്ടേ പോകത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു. പലരും പല ഫ്ലേവറൊക്കെയാണ് ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്ത ട്രിപ്പ് എന്ത് കഴിക്കും എന്നുള്ളത് ഇങ്ങനെ നോക്കും. ഓരോരോ സ്ഥലത്ത് നോക്കുമായിരുന്നു എന്തൊക്കെയാണ് കഴിക്കാനുള്ളത്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിരുന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പോകുന്നുള്ളൂ എന്നൊക്കെ വിചാരിച്ച് എന്തായാലും ഞങ്ങളെല്ലാവരും ഒന്നിച്ച് അടുത്ത സ്ഥലത്തേക്ക് പോയി. അപ്പോൾ ആണ് പൊന്നുണ്ണി വീണ്ടും അടുത്തത് ട്രെയിൻ ഓടുന്നു, ട്രെയിനിൽ കയറണം എന്നൊക്കെ പറഞ്ഞിട്ട്
അവരുടെ ബഹളം. പിന്നെ കുഞ്ഞുണ്ണിയും കുഞ്ഞുട്ടിനെയും ഉണ്ണിമോള് പിന്നെ എന്തായാലും ട്രെയിനകത്തായതുകൊണ്ട് അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന സ്ഥലമായതുകൊണ്ട് ഞാൻ കയറാമെന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ണിമോള് കൊണ്ട് പോയി കയറിയിട്ടുണ്ട്. അങ്ങനെ അവരെ അതിലൊക്കെ കയറ്റി ലേഖയും കൂടെ കയറിയിട്ടുണ്ട് കേട്ടോ, കുഞ്ഞുട്ടനെ പിടിച്ചുകൊണ്ട്. അവൻ ആദ്യമായിട്ട് ഇതൊക്കെ കാണുന്ന ഭയങ്കര സൗണ്ടും ലൈറ്റുകളും ഒക്കെ കാണുന്നതിൻ്റെ ഭയങ്കര സന്തോഷമാണ് അവന്. അപ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും പുറത്തൊക്കെ പോയി ഒന്നും ഫെസ്റ്റൊക്കെ കാണാൻ പറ്റാത്ത ഒത്തിരിയും സാധാരണക്കാർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ നികേഷേട്ടൻ പ്രത്യേകം ഉണ്ടാക്കി വെച്ചിരുന്നൊരു സംഭവമാണ് എല്ലാ വർഷവും നമ്മുടെ ഭരണിക്കാവ് ഫെസ്റ്റ്. അത് ഒരുപാട് ആളുകൾക്ക് അതൊരു സന്തോഷം ഉണ്ടാകുന്ന കാര്യം. നമ്മുടെ നാട്ടിലുള്ള എല്ലാ ആളുകളും അവിടെ ഉണ്ടായിരിക്കും. കാര്യം എല്ലാവർക്കും അതൊരു ഉത്സവത്തിൻ്റെ മൂഡാണ്. ഈ ഒരു 10 ദിവസം ഭയങ്കര രസമായിരിക്കും അവിടെ. എല്ലാ ആളുകളും എവിടോട്ട് തിരിഞ്ഞാലും നമുക്ക് പരിചയക്കാരാണ് മൊത്തം. എല്ലാവരും അവിടെ വന്ന് എല്ലാവരും ആസ്വദിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു കാര്യമാണ് അത്. അപ്പോൾ അതിൻ്റെ കൂടെ ഞങ്ങൾ അടുത്തത് പാനിപ്പൂരി കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. ഉണ്ണിയും ചിനുമോളും പാനിപ്പൂരിയുടെ ആൾക്കാരാണ് കേട്ടോ. അവരവിടെ അതിൻ്റെ തുള്ളലും റിഹേഴ്സലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യാനൊന്നും ഉണ്ണിക്ക് വയ്യ. അതിന് ഉണ്ണി അവിടെ ഗാനമേളയുടെ പാട്ടൊക്കെ കേട്ടൊരു സൈഡിൽ നിന്ന് തുള്ളുന്നൊക്കെ ഉണ്ട്. കുഞ്ഞുണ്ണിക്ക് ഇപ്പോൾ ബോറടിച്ചു തുടങ്ങി. കുഞ്ഞുണ്ണിക്ക് ഇതൊന്നും കളിക്കാനും ഒന്ന് റൈഡിലും കയറാൻ പറ്റാത്തതിൻ്റെ ദേഷ്യത്തിൽ അവനിങ്ങനെ ആകെപ്പാടെ മൂഡൗട്ടായിട്ടിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞൂട്ടനും ചെറുതായിട്ട് കരയാൻ തുടങ്ങിയപ്പോഴാണ് അവിടെ ഒരു പെങ്കൊച്ച അവിടെ നിന്ന് പാട്ട് പാടുന്നു. നമ്മുടെ ARM മൂവിയിലെ അങ്ങവാനക്കോണ്ടിൽ എന്നുള്ള പാട്ടൊക്കെ അവിടെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ്റെ ഫേവറേറ്റ് പാട്ടായതുകൊണ്ട് അവൻ അങ്ങനെ മിണ്ടാതെയൊക്കെ ഇരുന്നു. പിന്നെ പാനിപ്പൂരിയൊക്കെ കിട്ടി. അത് ചിന്നുമോളും ഉണ്ണിമോളും കൂടെ ഭയങ്കരമായിട്ട് ആസ്വദിച്ചൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് മറ്റേ പൊട്ടറ്റോ റോൾ ചെയ്തിരിക്കുന്ന അതിലുള്ള ചിപ്സ് അതായിരുന്നു ഞങ്ങൾക്ക് ഇഷ്ടം. അതുകൊണ്ട് ഞാനും പൊന്നുണ്ണിയും കൂടെ നേരെ അവിടേക്ക് പോകാനായിട്ട് നോക്കി. അവിടെ ഭയങ്കര തിരക്കായിരുന്നുകൊണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും അവിടെ പോയി. അപ്പോൾ ഉണ്ട് ഉണ്ണിമോക്കും വേണം അവിടെ. അങ്ങനെ ഞങ്ങൾ 3 പേരും അത് വാങ്ങിച്ചു. ഒത്തിരി താമസം ഉണ്ടായിരുന്നു കിട്ടാനായിട്ട്. എന്നാലും അത് വാങ്ങിച്ച് നല്ല ചൂടായിരുന്നു, ഭയങ്കര ടേസ്റ്റായിരുന്നു. എന്തായാലും അതൊക്കെ വാങ്ങിച്ച് ട്രൈ ചെയ്തിട്ട് ഞങ്ങളെല്ലാവരും കൂടെ വീട്ടിലേക്ക് പോരുക കേട്ടോ. ഇത്രയൊക്കെ ഉള്ളായിരുന്നു ഇന്ന്. ഇനി എന്തായാലും ഇനി അടുത്ത വർഷം പോകാമെന്ന് വെച്ചു. അപ്പോൾ ഓക്കെ, ഞങ്ങൾ പോവുകയാണേ. നല്ല ടേസ്റ്റായി സാധനം കഴിക്കാൻ കേട്ടോ. അതുകൊണ്ട് എല്ലാവർക്കും അപ്പോൾ ഇത് കണ്ടപ്പോൾ ചിന്നുമോക്കും വേണം. ഞങ്ങളുടെ ഇത് തട്ടിപ്പറിച്ച് കഴിക്കുകയാണ് അവളെ. പിന്നെ ഞങ്ങൾ എല്ലാം ഇച്ചിരി എല്ലാവർക്കും വിതരണമൊക്കെ ചെയ്ത് കുഞ്ഞുണ്ണിക്കും കുഞ്ഞൂട്ടനും എല്ലാവർക്കും ഇച്ചിരിയൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവാം. ടാറ്റാ.